എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധമധ്യായം 4 ശ്ലോകം 38, 39, 40, 41, 42 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. മുഹൂർത്ത സമയമായിട്ടും ദുർവാസാവ് മഹർഷി വരാറുന്നത് കണ്ടപ്പോൾ സമയം കഴിയാറായി പാരണയുടെ. അപ്പൊ എന്താ വേണ്ടതെന്ന് ബ്രാഹ്മണരോട് ചോദിക്കുകയാണ് മഹാരാജാവ്. ക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണ നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. മുഹൂർത്താർദ്ധാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജേത ധർമ്മസങ്കടേ. ദ്വാദശി മുഹൂർത്താർദ്ധാവശിഷ്ടായാം, അർദ്ധമുഹൂർത്തം അവശേഷിച്ചിരിക്കുമ്പോൾ ധർമ്മജ്ഞ, ധർമ്മം അറിയുന്ന അദ്ദേഹം, തദ്ധർമ്മസങ്കടേ, ആ ധർമ്മസങ്കടത്തിൽ പാരണം പ്രതി, പാരണയെക്കുറിച്ച് ദ്വിജൈ, ബ്രാഹ്മണരോട് ചിന്തയാമാസ, ചിന്തിച്ചു. ദ്വാദശി കഴിയാൻ 1 നാഴിക ഉള്ളവരെ കാത്തിരുന്നു. മഹർഷി സ്നാനം കഴിഞ്ഞ് മടങ്ങി വന്നില്ല. അപ്പോ വ്രതപൂർത്തി വരുത്തുന്ന പാരണയ്ക്കുള്ള സമയം അങ്ങോട്ട് കഴിഞ്ഞു പോവാണ്. അതിഥിയായ മഹർഷി വരണേന് മുമ്പ് പാരണ കഴിക്കണതോ അതും ഉചിതല്ല. എങ്ങനെയാണ് ആ ധർമ്മം നിർവഹിക്കേണ്ടത് എന്നുള്ള ദുഃഖം രാജാവിനുണ്ടായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഈ മഹാരാജാവിന്. ധർമ്മജ്ഞനായ അദ്ദേഹം പാരണ കഴിക്കേണ്ടത് അതിനെ കുറിച്ചിട്ട് ബ്രാഹ്മണരോട് ആലോചിച്ചു. എന്താ ചെയ്യേണ്ടത്, ബ്രാഹ്മണരെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് അദ്ദേഹം പറയാണ്. ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യൽ കൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേൽ. ബ്രാഹ്മണാതിക്രമേ, ബ്രാഹ്മണനെ അതിക്രമിക്കുന്നതിൽ ദോഷം ദ്വാദശ്യാം, ദ്വാദശിയിൽ, അപാരണേയത്, പാരണം ആചരിക്കാഞ്ഞാൽ യാതൊന്നു, യത് കൃത്വ, യാതൊന്നിനെ ചെയ്തിട്ട്, മേ, എനിക്ക്, സാധു ഭൂയാൽ, ക്ഷേമം ഭവിക്കുമോ, അധർമ്മ വാ, അധർമ്മമാകട്ടെ, മാം ന സ്പൃശേൽ, എന്നെ സ്പർശിക്കരുത്. രാജാവ് ബ്രാഹ്മണരോട് ചോദിച്ചു, ഹേ ദ്വിജന്മാരെ, അതിഥിയായി വരിക്കപ്പെട്ട ബ്രാഹ്മണനെ ഭുജിപ്പിക്കുന്നതിന് മുമ്പ് പാരണ കഴിക്കുന്നത് ദോഷാണ്. ദ്വാദശി കഴിയുന്നതിന് മുമ്പ് പാരണ കഴിക്കാതിരിക്കുന്നതും ദോഷം തന്നെ. അപ്പോ എങ്ങനെ പ്രവർത്തിച്ചാലാണ് എനിക്ക് ഭദ്രം ഭവിക്കുക, എനിക്ക് മംഗളം ഭവിക്കുക, അധർമ്മം ബാധിക്കാതിരിക്കുകയും ചെയ്യണത്? ആ മാർഗം നിങ്ങൾ പറഞ്ഞു തരണേ എന്ന് ബ്രാഹ്മണരോട് പറഞ്ഞു മഹാരാജാവ്. അംഭസാ കേവലേ നാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹി അശിതം നാശിതം ച തത്. കേവലേന അംബസ, കേവലം ജലം കൊണ്ട്, വ്രതപാരണം, വ്രതപാരണത്തെ കരിഷ്യേ, ചെയ്യുന്നേ, അഭക്ഷണം, ജലപാനത്തെ, അശിതം, രക്ഷിക്കപ്പെട്ടതായിട്ടും, ന അശിതം ച, ഭക്ഷിക്കപ്പെടാത്തതായിട്ടും, വിപ്രാഹ, ബ്രാഹ്മണർ, പ്രാഹു പറയുന്നു. അപ്പൊ ബ്രാഹ്മണരോട് ആലോചിച്ച് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ബ്രാഹ്മണർ പറഞ്ഞു കൊടുക്കണം. ശുദ്ധജലം കൊണ്ട് മാത്രം വ്രതസമാപ്തി വരുത്താൻ സാധിക്കും. ജലം പാനം ചെയ്യുന്നതിന് ഭക്ഷണം കഴിച്ചതായിട്ടും കഴിക്കാത്തതായിട്ടും വേദജ്ഞന്മാര് പറയുന്നുണ്ടല്ലോ. ശ്രുതിയിൽ പ്രത്യേകം അത് പറയേണ്ടത്. അപോഷ്ണാദി തന്നൈവാശിതം നൈവാനാശിതം എന്നാണല്ലോ വേദം വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം പറയാണ്, അശ്നാദി, ജലം പാനം ചെയ്യുന്നത് എന്നത് യാതൊന്നു, തത് ന ഏവ അശിതം, അത് ഭക്ഷിക്കപ്പെട്ടതല്ല, അതൊരു ഭക്ഷണമല്ല, തത് ന ഏവ അനശിതം, ഭക്ഷണമല്ലാതിരിക്കുന്ന സ്ഥിതിയുമല്ല എന്നാണ് ശ്രുതിയിൽ പറഞ്ഞ ഈ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ ജലം പാനം ചെയ്താൽ പാരണ കഴിച്ചതുമായി, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടുമില്ല, അങ്ങനെ. അതുകൊണ്ട് മഹാരാജാവേ, അങ്ങ് ജലം പാനം ചെയ്തോളൂ, സമയം കഴിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. ഇത്യപപ്രാശ്യ രാജർഷി ചിന്തയൻ മനസാ അച്യുതം പ്രത്യാജഷ്ട കുരുശ്രേഷ്ഠ ദ്വിജാഗമനം ഏവ സ. കുരുശ്രേഷ്ഠ, ഹേ കുരുകുലോത്തമ, സ രാജർഷി, ഋഷിതുല്യനായ ആ രാജാവ്, മനസ്സുകൊണ്ട്, അച്യുതം ശ്രീനാരായണനെ ചിന്തയൻ, ചിന്തിക്കുന്നവനായിട്ട്,
അവപ്രാശ്യ ജലപാനം ചെയ്തിട്ട് ദ്വിജാഗമനം ഏവ ബ്രാഹ്മണന്റെ ആഗമനത്തെ തന്നെ പ്രത്യാചഷ്ട പ്രതീക്ഷിച്ചു. ഹേ ഗുരുകുലശ്രേഷ്ഠനായ രാജാവേ, രാജർഷിയായ അംബരീഷൻ ഇപ്രകാരം നിശ്ചയിച്ചുവെങ്കിലും ധർമ്മത്തിന്റെ സൂക്ഷ്മം ധരിക്കാൻ പ്രയാസമായതുകൊണ്ട് അധർമ്മം ബാധിക്കാതിരിക്കാനായി ആ ശ്രീഹരിയെ സ്മരിച്ചുകൊണ്ട് ജലപാനം ചെയ്തു. ഭഗവാന് ഞാനിത് അധർമ്മമാണോ ചെയ്യണതെന്ന് അറിയില്ല, നല്ലോണം മനസ്സുകൊണ്ട് അങ്ങോട്ട് നല്ലോണം പ്രാർത്ഥിച്ചു ആ മഹാരാജാവ്, ഭക്തനായ ധർമ്മിഷ്ഠനായ ആ മഹാരാജാവ്. അങ്ങനെ വ്രതസമാപ്തി വരുത്തിയ ശേഷം ദുർവാസസിന്റെ വരവും കാത്തുകൊണ്ടിരുന്നു. ആ ദുർവാസാവ് കുളിച്ചു വന്നപ്പോഴാണ് ഇത് അറിഞ്ഞപ്പോ ക്രോധം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന്റെ നേരെ ഒരു കൃത്യ വിടുകയാണ്. ദുർവാസായമുനാകൂലാൽ കൃതാവശ്യകാഗത രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയ. കൃതാവശ്യക ആവശ്യത്തെ നിർവഹിച്ചിരിക്കുന്ന ദുർവാസാസ് യമുനാകൂലാൽ കാളിന്തി തീരത്ത് നിന്ന് ആഗതനായി രാജാവിനാൽ അഭിനന്ദിക്കപ്പെട്ട തസ്യ രാജാവിന്റെ ചേഷ്ടിതം വ്യാപാരത്തെ ധിയ ബുദ്ധി കൊണ്ട് ബുബുധേ ബോധിച്ചു. സ്നാനം, മാധ്യാഹ്നികം മുതലായിട്ടുള്ള നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച ശേഷം ദുർവാസ മഹർഷി ആ യമുനാതീരത്തിൽ നിന്നും മടങ്ങി വന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, രാജാവ് സാദരം വന്ദിച്ച് സൽക്കരിച്ചു അദ്ദേഹത്തിനെ. എങ്കിലും മഹർഷിക്ക് സന്തോഷമായില്ല. മഹർഷിക്ക് മനസ്സിലായി പാരണ കഴിഞ്ഞു. അദ്ദേഹം ആ യോഗസിദ്ധി കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത്, യോഗത്താൽ ആ നിർമ്മലമായ അദ്ദേഹത്തിന്റെ വൃത്തി കൊണ്ട് രാജാവിന്റെ പ്രവൃത്തിയെ, ആ ജലപാന രൂപമായ പാരണയെ അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി പറയാറുണ്ട്. അങ്ങനെതാ ദേഷ്യം വന്നിട്ട് ആ ദുർവാസസ് മഹർഷി ആ രാജാവിനെ ക്രോധം കൊണ്ട് എന്തൊക്കെയോ പുലമ്പി പറയണു. ആ ജഡ അഴിച്ചിട്ട് കൃത്യയെ സൃഷ്ടിക്കണു. പക്ഷെ മഹാരാജാവിന്റെ അടുത്ത് ഭഗവാൻ കൊടുത്തിട്ടുണ്ടല്ലേ സുദർശനം, ആ സുദർശനം അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് തന്നെ ഇരിക്കണതാ. അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിച്ചില്ല എന്നാണ് പറയണത് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.